സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രീ പ്രൈമേഴ്സ് ടീച്ചേഴ്സ് ആൻഡ് ആയാസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഒരു മാസം പിന്നിടുന്നു. സ്ത്രീ സുരക്ഷയ്ക്കായി മുൻഗണന നൽകുന്ന LDF സർക്കാർ ഈ സമരം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആൻഡ് ആയ അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയ രാപ്പകൽ സമരം ഒരു മാസം പിന്നിട്ടിട്ടും സർക്കാർ തലത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നാണ് സമരസമിതിയുടെ ആരോപണം. നിലവിൽ 12,500 രൂപ ഓണറേറിയമായിട്ടാണ് പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് നൽകുന്നത്. ഇത് ശമ്പളമായി പരിഷ്കരിക്കണം എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. തുല്യ ജോലിക്ക് തുല്യ വേതനവും പ്രായമായ പ്രീ പ്രൈമറി അധ്യാപകർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ളവ നൽകി വിരമിക്കാൻ അവസരം നൽകണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. പ്രീ പ്രൈമറി അധ്യാപകരെയും ആയമാരെയും മെഡിസിപ്പിൽ അംഗമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം. സ്കൂൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കുട്ടികൾ വേണം. അവർക്ക് ഈ കുട്ടികളെ പാവപ്പെട്ട 3 വയസ്സായ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ച് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി അവരെ അക്ഷരം പഠിപ്പിച്ച് ഒരുവിധം ആക്കി കഴിയുമ്പോൾ 1-ാം ക്ലാസ്സിലേക്ക് വിടണം. അവിടെ അവർക്ക് ആർക്കും ഒരു പണവുമില്ല. ഈ കുട്ടികളെയാണ് അവിടെ 1-ാം ക്ലാസ്സിൽ കൊണ്ടുവരണം. ഈ പ്രീ പ്രൈമറി ഇല്ലെങ്കിൽ ഡിവിഷൻ ഫലം ഉണ്ടാവുകയും സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വരും. അത് ഗവൺമെൻറ്റിന് അറിയേണ്ട കാര്യമല്ല. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 3000-ലധികം അധ്യാപകരും ആയമാരുമാണ് പ്രത്യക്ഷ സമരപരിപാടികളുമായി എത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിൽ ഓരോ ജില്ലയും പ്രതിനിധീകരിച്ചെത്തുന്നവരാണ് പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി ഇടപെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുമായി ഉടൻ ചർച്ചയ്ക്ക് വിളിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം രാപ്പകൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.